ഹലോ. അപ്പോൾ ഇന്ന് ഒരു ഡെയിലി വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ ചോറൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കല്ലുപ്പ് പൊടിക്കാനായിട്ട് ചൂടാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. അത് നന്നായിട്ട് ചൂടായപ്പോൾ നമ്മൾ തണുക്കാനായിട്ട് വെച്ചേക്കുകയാണ്. അപ്പോൾ ഈ ചോറ് പെട്ടെന്ന് വേവുന്ന അരിയാണ്, അത് കാരണം വീണ്ടും ഇറക്കി വെക്കുന്നില്ല. നേരെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അരി വാർത്തെടുക്കാനായിട്ട്, ചോറ് വാർത്തെടുക്കാനായിട്ടൊക്കെ പോവുകയാണ്. ഇനി നമ്മൾ നമ്മുടെ കല്ലുപ്പ് ഒന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. കല്ലുപ്പ് മിക്സിയുടെ ചെറിയ ജാറിലിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. അപ്പം നല്ല ഭംഗിയായിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ കുറച്ച് മാത്രമേ എടുത്ത് പൊടിക്കത്തുള്ളൂ, ഒരുപാടെടുത്ത് പൊടിക്കുകയില്ല. ഒരു കവറിൻ്റെ പകുതി താഴെയൊക്കെ എടുക്കുകയുള്ളൂ ഓരോ പ്രാവശ്യം. അങ്ങനെ നല്ല ഭംഗിയായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെയാണ് ഉപ്പ് എടുക്കുന്നത്. നമ്മളല്ലാതെ പൊടിയുപ്പ് ഇപ്പോൾ വാങ്ങാറില്ല, ഇപ്പോൾ കല്ലുപ്പ് പൊടിച്ചെടുക്കുകയാണ് പതിവ്. അപ്പോൾ ഇന്നൊരു ചൂരയാണ്, ഇന്നലെ വൈകിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇന്ന് ചൂരക്കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ പൂച്ചകളൊക്കെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ മീനൊക്കെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. പിന്നെ മീൻ മുട്ടയും കിട്ടിയിട്ടുണ്ട്, ഇന്ന് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു കുമ്പളങ്ങ കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുമ്പളങ്ങയൊക്കെ കട്ട് ചെയ്തത് ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കുമ്പളങ്ങ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഒരുപാട് വെള്ളമൊന്നും വേണ്ട, ഒരു അര ഗ്ലാസ് വെള്ളം അത്ര ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുമ്പളം നമ്മളിങ്ങനെ കഴിച്ചിട്ട് കറിയൊക്കെ വെച്ചിട്ട് കളഞ്ഞ വിത്ത് കിളിച്ച് വന്നതാണ്. ഇഷ്ടം പോലെ കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട്, നല്ല പൊക്കത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് പറിച്ചെടുക്കാൻ ഇച്ചിരി പ്രയാസമാണ്. പിന്നെ ഒരു ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബീട്രൂട്ട് തോരനുള്ള ബീട്രൂട്ടൊക്കെ അരിഞ്ഞെടുത്ത് അതിലേക്ക് ആവശ്യമുള്ള ചേരുവകളൊക്കെ ചേർത്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ടൊന്ന് ഇളക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ബീട്രൂട്ട് തോരനും മോരുകറി, മീൻകറിയും ഒക്കെയാണ്. ബീട്രൂട്ട് തോരൻ എല്ലാവർക്കും ഒന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരു തോരനാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീട്രൂട്ട്. അങ്ങനെ അത് നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുമ്പളങ്ങയൊക്കെ തിളച്ച് നല്ല ഭംഗിയായിട്ട് വെന്തിട്ടുണ്ട്. വലിയ വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കുമ്പളങ്ങയൊക്കെ. അങ്ങനെ കുമ്പളങ്ങയൊക്കെ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മോരിന് അരിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് കുറച്ച് തേങ്ങ ചേർത്ത മോരുകറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 2 കാന്താരി മുളക്, വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബീട്രൂട്ട് തോരനൊക്കെ വെന്തിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് ചിക്കി കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ കടുക് വറുത്തിട്ടല്ല ബീട്രൂട്ട് വെച്ചത്. ഇപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, കടുക് വറുക്കാറൊന്നുമില്ല. ലാസ്റ്റിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചിക്കി തോർത്തിയെടുക്കും, അത്രേ ചെയ്യാറുള്ളൂ. അപ്പം നമ്മുടെ ബീട്രൂട്ട് തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ആ ബർണറിലേക്ക് ഞാനൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മോരുകറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൺചട്ടി വെച്ച് കൊടുത്തിട്ടുള്ളത്. ചട്ടിയിൽ വെള്ളനനവൊക്കെ മാറിക്കഴിഞ്ഞിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചോറൊക്കെ റെഡിയായി, നമ്മൾ ചോറൊക്കെ മൊരിച്ചെടുക്കുകയാണ്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉലുവ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതാണ്. ഞാനിപ്പോൾ മീൻ കറിക്കും മോരുകറിക്കും ഒക്കെ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ച് തന്നെയാണ് ചേർക്കുന്നത്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് മോരിൻ്റെ അരപ്പ് റെഡിയാക്കിയപ്പോൾ അതിൽ ചേർത്ത് അരച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതിൽ പച്ചമുളക് ഇട്ടില്ല.
മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നമ്മൾ മോര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മോര് കൂടി ചേർത്തിട്ടാണ് ഞാൻ അരപ്പ് അരച്ചെടുത്തത്. അരപ്പും മോരും എല്ലാം കൂടെ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുമ്പളങ്ങ ചേർത്തിട്ട് മോരൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ പുറത്ത് മീൻകറി ഉണ്ടാക്കാനായിട്ട് മൺചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ മോര് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. തിളയ്ക്കാൻ പാടില്ലല്ലോ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. മോര് കറിക്ക് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. മോര് കറിക്കൊന്നും ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ. നമ്മൾ കുമ്പളങ്ങയൊക്കെ വേവിച്ച് വെച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മോര് കറി റെഡിയായിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ചട്ടിയിലേക്ക് എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മൂത്ത് കഴിഞ്ഞ് നമ്മൾ അരപ്പ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരപ്പ് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പുമൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. പുളിയും ആ അരപ്പിൽ തന്നെയാണ് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അങ്ങനെയാണ് എന്നും ചെയ്യാറുള്ളത്. അല്ലാതെ പുളി വേറെ വെള്ളത്തിൽ ഇട്ട് വെക്കാറൊന്നുമില്ല. അരപ്പ് എന്നുള്ള പൊടി കുഴച്ച് വെക്കുന്ന സമയത്ത് അതിലേക്ക് പുളിയും ഉപ്പും കൂടി ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ അരപ്പൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ആ എണ്ണയിൽ കിടന്നൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒരടപ്പ് വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാറ് അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പറക്കിയിടാം. കുറച്ച് ഞാൻ വറുക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂര എന്ന് കൊണ്ടുവന്നാലും നമ്മൾ കുറച്ച് വറുക്കാറുണ്ട്. മിക്ക മീനും നമ്മൾ വറുക്കാറുണ്ട്. പിന്നെ ചൂരയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ വറുക്കാനായിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ച് വെക്കുന്നുണ്ട്. ചട്ടിയിൽ തവിയിട്ടൊന്ന് ഇളക്കാനായിട്ട് പാടില്ല, മീനൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഒന്ന് ചുറ്റിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത് മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ഫ്രൈ പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മീൻ മുട്ടയിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി വെക്കുകയാണ്. അതും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ചട്ടി ചൂടായപ്പോൾ നമ്മുടെ ഫ്രൈ പാൻ ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മീൻ ഫ്രൈ ചെയ്യാനുള്ള മീനൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അടച്ച് വെച്ചാണ് മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. മീൻ കറിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് ചാറോട് കൂടിയാണ് ഞാൻ വെക്കുന്നത്. ഒരുപാട് വറ്റിച്ച് വെക്കാറില്ല. നമ്മൾ ചോറ് കഴിക്കുമ്പോൾ എല്ലാവർക്കും ഇവിടെ ചാറ് അത്യാവശ്യം കഴിക്കും. അത് കാരണം ഒരുപാട് വറ്റിക്കാറില്ല. ഇനി മീനിൻ്റെ ഒരു സൈഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. നമ്മൾ മീൻ ഫ്രൈ ഒക്കെ ഒരു സൈഡ് നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി അടച്ച് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് മീനിൻ്റെ പനിഞ്ഞിൽ കൂടി ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പം നമ്മുടെ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റിൽ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി അതിൻ്റെ മുകളിലങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ കറിവേപ്പിലയുടെയൊക്കെ ഒരു നല്ല ഫ്ലേവർ അതിലേക്ക് ഇറങ്ങി വരുമ്പോഴേക്ക് കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ ലാസ്റ്റിൽ കറിവേപ്പിൻ്റെ ഒരു തണ്ട് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മീൻ മുട്ട കൂടി പൊരിച്ചെടുക്കാനായിട്ട് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മീൻ കറിയാണ്. നമ്മുടെ മീൻ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.